മോളെ സരിതേ, സത്യാവസ്ഥ അറിഞ്ഞാ നീ അത് ഞെട്ടും. ഒരു ഞെട്ടലിന്ന് തന്നെ ഞാൻ മോചിതയായിട്ടില്ലമ്മേ. ഇനി വയ്യ ഞെട്ടാൻ. അല്ല, നിങ്ങൾ രണ്ടുപേരും എന്തെങ്ങനെ രണ്ട് സൈഡിൽ തിരിഞ്ഞിരിക്കുന്നേ? തല്ലി പിരിഞ്ഞാ? അവക്കടെ ഒരു സന്തോഷം നോക്കിക്കേ. അയ്യോ അമ്മ, പിന്നെ സന്തോഷിക്കണ്ടേ? എന്റെ ഭർത്താവിന്റെ പേരിലല്ലേ കാറൊക്കെ എഴുതി കിട്ടുന്നത്. അമ്മ നോക്കിക്കോ, ചേട്ടന്റെ കയ്യിൽ ആ കാറ് കിട്ടിക്കഴിഞ്ഞാൽ അമ്മ പിന്നെ കാറ് തൊടിയിക്കില്ല. അമ്മയുടെ ഫ്രണ്ട് സീറ്റിലുള്ള ഇരിപ്പ് പോയി. ആഹാ, ഫ്രണ്ട് കയറി ഇരുന്നിട്ടുണ്ടല്ലോ. ഇങ്ങോട്ട് ഇറങ്ങിയേ. ഞാൻ ഇറങ്ങത്തില്ല. എന്താ അമ്മ ഇത്? ഇങ്ങോട്ടിറങ്ങ്. ഇറങ്ങ. ബലം പിടിക്കരുത്. ഞാൻ ഇറങ്ങൂല. ഇറങ്ങി. ഇങ്ങോട്ട് എന്തിനാടാ? ഇറങ്ങ്, പറയാ ഇറങ്ങ് ഇങ്ങോട്ട്. എടി നീ കയറി അവിടെ കഥ കിടച്ച് അമ്മതേ പൊറോട്ടക്കാനും കയറിക്ക്. അങ്ങോട്ട് കയറിക്കേ. ഇഷ്ടംപോലെ സ്ഥലം കിടക്കില്ലേ, കേറ്. അമ്മ കേറ്, സമയം കളയാതെ ലാഗ് അടിപ്പിക്കല്ലേ. പെട്ടെന്ന് പോണം, കേറ് കേറ്. കേറുന്നില്ലേ? അയ്യേ, പ്രകാശേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ലമ്മേ. അവനത് ചെയ്യും, അതിന്റെ അപ്പുറം ചെയ്യും. നീയും കൂട്ടു നിൽക്കും അതിന്. അമ്മ, അച്ഛന്റെ ആത്മാവ് അമ്മോട് പൊറുക്കില്ല അമ്മേ. സരിതേ, ഇങ്ങനെ ശപിക്കല്ലടി. ഒന്നുമില്ലെങ്കിൽ നിന്റെ അമ്മയല്ലേ. അത് അമ്മയ്ക്കാ വിചാരം വേണ്ടേ? ആ, അതവള് പറഞ്ഞത് ശരിയാ അമ്മേ. ഒന്നുമില്ലെങ്കിൽ ആ കാർ അവക്കും കൂടി അവകാശപ്പെട്ടതല്ല. അവളോട് ഒരു വാക്ക് ചോദിക്കായിരുന്നു നമുക്ക്. അതാണ് മര്യാദ, അല്ലേ സരിതേ? അമ്മേ, ചേട്ടന്റെ സ്വഭാവം അനുസരിച്ച് ചേട്ടൻ ആ കാറ് തൂക്കി വിറ്റിരിക്കും. നോക്കിക്കോ. അമ്മ ഇങ്ങോട്ട് മാറിക്കേ. എടാ പ്രകാശ, ഇത് നിന്റെ അച്ഛന്റെ കാറല്ലേടാ മക്കളെ. ഇത് തൂക്കി വെക്കാൻ കൊടുക്കല്ലേ. അമ്മ, ഇത് പഴയ കാറല്ല അമ്മ. ഇതൊക്കെ തൂക്കി വെക്കേണ്ട സമയം പണ്ടേ കഴിഞ്ഞതാ. മോനെ, ഇത് കൊടുക്കല്ലേ. ഇത് അച്ഛനെങ്കിലും നീ ഒന്ന് ഓർക്കടാ. ഇത് അച്ഛന്റെ പേരിലുള്ള കാറല്ല, ഇപ്പൊ ഇത് എന്റെ പേരിലുള്ള കാറാ. അമ്മ ഇങ്ങോട്ട് മാറിക്കേ. പിടിയില്ലേ ഞാനിത് കൊടുക്കാൻ പറ്റില്ല. മനോഹര, നീ കൊണ്ടുപോക്കോ. കൊണ്ടുപോയി വിക്ക്. ആ പോ പോ പോ. ആ അമ്മേ, അത് ഇവള് പറഞ്ഞത് ശരിയാ. പ്രകാശേട്ടൻ ഉറപ്പായിട്ടും തൂക്കി വിറ്റിരിക്കും. അമ്മ ഇതിനനുഭവിച്ചിരിക്കും. പ്രകാശന്റെ പേരിൽ ആ കാർ എഴുതി കൊടുത്തില്ലെങ്കിൽ ഞാൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരില്ലേ?